നദ്വി ഉസ്താദ് പറഞ്ഞതിലാർക്കും അസ്വാഭാവികത തോന്നാൻ സാധ്യതയില്ല. കാരണം ഈ മന്ത്രിസഭയിൽ തന്നെ ഒന്ന് രണ്ട് കുൽസിത വീരന്മാരുണ്ടെന്നാണ് കേൾവി. നമുക്കറിയാമല്ലോ, പൂച്ചക്കുട്ടിയൊക്കെ, എൻ്റെ പൂച്ചക്കുട്ടി എന്ന് വിളിച്ച ആൾ. പിന്നെ MLA ചിലർ മഴക്കോട്ടില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ട് നീ വന്നില്ല, നാളെ വരണം എന്ന് പറയുന്നതും, മൂന്നാറിലെ കുളിര് ചോദിക്കുന്നതും, അങ്ങനെ അമ്മിഞ്ഞപ്പാൽ ചോദിച്ച മഹാന്മാരും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചിഹ്ന വീടുകൾ സ്വാഭാവികമാണ് നദ്വി. അതിലിവിടെ ആർക്കും സംശയമില്ല. അല്ലെങ്കിൽ ഒരു കൊടും ക്രിമിനലിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, സുന്ദരി ആയതുകൊണ്ട് രക്ഷപ്പെടുത്താൻ എത്ര പേരുടെ മത്സരമായിരുന്നു. രക്ഷപ്പെടുത്തി എടുത്തില്ലേ? 25-30 വർഷമായിട്ട് നരകയാതന അനുഭവിക്കുന്ന സ്ത്രീ തടവുകാരെ പലവിധ രോഗങ്ങളായിട്ട് ആർക്കും രക്ഷപ്പെടുത്തണ്ട. അവർക്ക് മജ്ജയും മാംസമുള്ളവരെ മതി. അങ്ങനെയുള്ള ഒരു നാട്ടിൽ രാത്രിയുടെ 3-ാം യാമത്തിലും 4-ാം യാമത്തിലും ഒക്കെ ചാറ്റ് ചെയ്ത് കൊതി തീരാത്ത എത്രയോ മുൻമന്ത്രിമാർ, ഇപ്പോഴത്തെ പല മന്ത്രിമാരും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. അധികാരവും പണവും വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അവർ പെൺവേട്ടക്കാരാവും. അതവരിൽ അന്തർലീനമായ വികാരമാണ് സാർ.